ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരവിന്ദ് ആകാശിനോട് പറയാണ്, നീ എന്തിനാണടാ പൊട്ട ആ ചാരുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്? അവളെ താലി കെട്ടുന്ന ആ സമയം നോക്കി തന്നെ ഞാൻ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയതെങ്കിലും നിനക്ക് ചിന്തിച്ചൂടെ? എന്തുകൊണ്ടായിരിക്കും ഞാൻ ആ മണ്ഡപത്തിൽ നിന്നും ഓടിപ്പോയത് എന്നുള്ളത് നീ ആലോചിച്ചില്ലല്ലോ. അപ്പോൾ ആകാശ് അരവിന്ദിനെ കളിയാക്കിയിട്ട് പറയാണ്, ശരിയാണ് നീ പറഞ്ഞത്, ഞാൻ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടും കൊണ്ട് ചാരു അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചാരുവിന് ആകാശും അരവിന്ദും ഈ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമത്തിലാണ് നിൽക്കുന്നത്. അത് കേട്ടപ്പോൾ അരവിന്ദ് ചിരിച്ചുകൊണ്ട് പറയണ്, അത് ശരി, അങ്ങനെ വരട്ടെ. അപ്പോൾ നീ ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിലേക്ക് അത്രമാത്രം അധികം വേദന അനുഭവിക്കുന്നത് കൊണ്ടാണെന്നുള്ളത് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആകാശും തിരിച്ചു ചിരിച്ചോണ്ട് പറയണ്, അത് നിൽക്കട്ടെ, ഇങ്ങനെ അങ്ങ് സന്തോഷിച്ചാലോ? ഞാൻ പറയുന്നത് മുഴുവനും നീ കേട്ടിട്ട് ചിരിക്കും. കഷ്ടപ്പെടുന്ന ഒരാള്, ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഒരാള് നടന്നു വരുമ്പോൾ വഴിയിൽ ഒരു തങ്കക്കട്ടി കിടന്നാൽ അയാളെ ഈശ്വരൻ സഹായിക്കാൻ വേണ്ടി അത് ഇട്ടുകൊടുത്താൽ അയാൾ അത് മൈൻഡ് പോലും ചെയ്യാതെ അതെടുക്കാതെ അയാൾ കണ്ണും പൂട്ടി അങ്ങ് നടന്നുപോയി. അത് കേട്ടപ്പോൾ അരവിന്ദ്, അയ്യോ, അപ്പോൾ ആകാശ് പാവമല്ലേ അയാള്? അപ്പോൾ ചിരിച്ചുകൊണ്ട് അരവിന്ദ് പറയണു, പാവമല്ല, അയാൾ ഒരു പൊട്ടനാണ്. അയാൾക്ക് ഈശ്വരനായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഒരു അവസരം കൊടുത്തിട്ട് അത് ഉപയോഗിക്കാതെ അയാൾ കണ്ണും പൂട്ടി നടന്നത്, അതെടുക്കാതെ നടന്നു പോയത് അയാൾ പൊട്ടനായതുകൊണ്ട് തന്നെയല്ലേ? അതും പറഞ്ഞ് അരവിന്ദ് പൊട്ടിച്ചിരിക്കുമ്പോൾ ആകാശം ചിരിച്ചുകൊണ്ട് പറയണേ, വല്ലാതെ അങ്ങ് ചിരിക്കല്ലേ ബ്രദർ, ആ ആളും നീയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കാരണം അയാളും നീയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അത് കേട്ടപ്പോൾ അരവിന്ദൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ആകാശിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആകാശ് പറയണേ, എന്തു പറ്റി ബ്രദർ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു മുഴുവനാക്കട്ടെ. നിനക്ക് ഈശ്വരൻ രക്ഷപ്പെടാൻ വേണ്ടി, നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി നിനക്ക് ഒരു അവസരം തന്നതായിരുന്നു. നമ്മുടെ അച്ഛനായിട്ട് നിന്റെയും ചാരുവിൻ്റെയും വിവാഹം ഉറപ്പിച്ചതാണ്. പക്ഷേ കഥയിലെ പൊട്ടനെ പോലെ നീയും ചാരുവിനെ വിവാഹം കഴിക്കാതെ കണ്ണും പൂട്ടി മണ്ഡപത്തിൽ നിന്നും ഓടിപ്പോയി. പക്ഷേ കഥയിലെ തങ്കക്കെട്ടി പിന്നെ ആർക്കാണ് കിട്ടിയത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ തങ്കക്കെട്ടിയാണ് ചാരു. ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന ചാരുവിന് ഒരുപാട് സന്തോഷാവാണ്. എന്നിട്ട് ആകാശ് അരവിന്ദനോട് പറയണം, ഈശ്വരനോട് നമ്മൾ അത്രമാത്രം അധികം പ്രാർത്ഥനയും വഴിപാടും പൂജയും ഒക്കെ ചെയ്താലാണ് നമുക്കൊരു വരം കിട്ടുക. അതുപോലെ ഞാൻ ചോദിക്കാതെയാണ് ഈശ്വരൻ എനിക്ക് വരമായിട്ട് ചാരുവിനെ എനിക്ക് തന്നത്. ഈശ്വരൻ എനിക്ക് ചോദിക്കാതെ തന്നെ വരമായി, ദേവതയായി തന്നെ എനിക്ക് ചാരുവിനെ തന്നു. ചാരുവിനെ എനിക്ക് കിട്ടിയതിൻ്റെ കാരണക്കാരൻ നീയാണ്. അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ ആലോചിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നൊക്കെ പറയട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ചാരുവിന് കണ്ണുകളൊക്കെ നിറയുകയാണ് സന്തോഷം കൊണ്ട്. ആകാശ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞതോടുകൂടി ചാരുവിന് അത്രമാത്രം അധികം സന്തോഷമാവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന അരവിന്ദിന് ദേഷ്യം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്, ചാരുവിനെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ. എന്നിട്ട് ആകാശ് പറയണേ, ഇതുകൊണ്ട് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ അരവിന്ദ് പറയണേ, മതിയട അനിയ, നീ എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആകാശ് ചിരിച്ചുകൊണ്ട് പറയാണ്, അല്ല ബ്രദർ, ഞാൻ നിന്നെ കളിയാക്കിയതല്ല, സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. ഞാൻ അത്രമാത്രം സന്തോഷത്തിലാണ്. ചാരുവിനെ എൻ്റെ ഭാര്യയായി എനിക്ക് കിട്ടിയതിൽ അത്രയ്ക്ക് സന്തോഷത്തിലാണ് ഞാൻ. അത്രമാത്രം അധികം സന്തോഷം നീ എനിക്ക് തന്നതുകൊണ്ട് മാത്രമാണ് നീ ചെയ്ത തെറ്റുകളും ഞാൻ ക്ഷമിക്കുന്നത്. ഇനി ഞാൻ നിന്നോട് എനിക്ക് വഴിമാറി തരാനൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് ആകാശ് അരവിന്ദന്റെ കഴുത്തിൽ കിടക്കുന്ന മാല അങ്ങ് പൊക്കി പിടിക്കുകയാണ് വിരലുകൊണ്ട്. എന്നിട്ട് കളിയാക്കിയ മേട്ടിൽ, എന്നാ ശരി ബ്രദർ എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അരവിന്ദിന് ഇത് കാണുന്ന സമയത്ത് ഒരുപാട് ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ചാരുവിന് ഒരുപാട് സന്തോഷത്തിൽ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. എന്നിട്ട് ചാരു സന്തോഷം അടക്കാൻ കഴിയാതെ ചാരുവിൻ്റെ ഫ്രണ്ട് അമൃതയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഈ സമയം ബാലനും ഗോവിന്ദനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ബാലൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് ഗോവിന്ദൻ ചോദിക്കുകയാണ്, ബാല, നിനക്ക് എന്തു പറ്റി? നീ എന്താ ഇങ്ങനെ ഗൗരവത്തിൽ ആലോചിക്കുന്നത്? മറ്റൊന്നുമല്ല ഗോവിന്ദ, ഞാൻ ആ അരവിന്ദനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. എത്ര വലിയ പ്രശ്നമുണ്ടായാലും നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുമ്പോൾ നമുക്കതിനൊരു പരിഹാരം കിട്ടും. പക്ഷേ അരവിന്ദന്റെ കാര്യത്തിൽ മാത്രം എത്ര ആലോചിച്ചിട്ടും ഒരു പരിഹാരവും എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്താ ബാല നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ ഗോവിന്ദ, ആ PWD എഞ്ചിനീയർ ശ്രേയയുടെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അവര് കൊടുത്ത പരാതി അവർക്ക് പിൻവലിക്കാം. പക്ഷേ ഞാൻ കൊടുത്ത പരാതി എന്തിനാണ് അവർ സ്വന്തം ജാമ്യത്തിൽ അരവിന്ദനെ വെറുതെ വിടാൻ പറയണം? ഇത് അവരുടെ നല്ല മനസ്സുകൊണ്ടൊന്നും ചെയ്തതല്ല. പക്ഷേ ഇതിന്റെ പിറകിൽ എന്തോ ഒരു ചതിയുണ്ട്. ഇതിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്താണ് ആ പ്ലാൻ എന്നാണ് മനസ്സിലാവാത്തത്. എന്തായാലും ശരി, നമ്മൾ ഇനി കുറച്ച് ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ ചെയ്യാനും വക്കീലിനോട് വരാൻ പറയണം, എന്നിട്ട് കുറച്ച് മുൻകരുതലുകളൊക്കെ എടുക്കണം. അപ്പോൾ ഗോവിന്ദൻ പറയണേ, എന്താണ് ബാല നീ ഉദ്ദേശിക്കുന്നത്? അരവിന്ദൻ ഇനി വീട്ടിലുണ്ടായാൽ ചാരുവിനെയും ആകാശിനെയും സ്വസ്ഥതയോട് കൂടി ജീവിക്കാൻ അവൻ സമ്മതിക്കില്ല. അതിനു വേണ്ടി ഒരു തടയിടണം. അപ്പോൾ ഗോവിന്ദൻ പറയണേ, എന്താണ് ബാല ഈ പറയുന്നത്? രണ്ടാളും നിന്റെ മക്കളാണെന്നുള്ള കാര്യം നീ ഓർക്കണം ബാല. അരവിന്ദും ആകാശും നിന്റെ മക്കളാണ്. മക്കളെ ഒരിക്കലും വേർതിരിച്ച് കാണരുത് ബാല. നീ എന്താ ഗോവിന്ദ ഇങ്ങനെ പറയുന്നത്? എല്ലാ കാര്യങ്ങളും നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ ബാല? നീ പറയുന്നതെല്ലാം തന്നെ എനിക്കറിയാം. അരവിന്ദിന്റെ കാര്യത്തിലും ആകാശിന്റെ കാര്യത്തിലും നല്ല വ്യത്യാസമുണ്ടെന്നും എല്ലാം എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം നീ ചിന്തിക്കണം, രണ്ടുപേരും ഏട്ടനും അനിയനുമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അരവിന്ദന്റെ എല്ലാ സ്വഭാവവും മാറി നീ ആഗ്രഹിക്കുന്നത് പോലെ നല്ല മകനായി അവന് മാറുമെന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിന്റെ എല്ലാ കാര്യവും അവൻ മനസ്സിലാക്കി അവൻ ചെയ്ത എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് നിന്റെ കാലിൽ വീണ് മാപ്പു ചോദിക്കുന്ന ഒരു ദിവസം വരും, എനിക്കുറപ്പുണ്ട്. അതുവരെ ബാല നീ ഒന്നിലും തലയിടാതെ നീ പ്രശ്നമുണ്ടാക്കാതെ ഇരിക്കണം. അരവിന്ദ് എത്ര നാൾ ഇങ്ങനെ ഒരു ശൗര്യത്തോടു കൂടി നടക്കും? ഇതെല്ലാം അവന് അവസാനിപ്പിക്കും. അവൻ്റെ തെറ്റുകൾ അവൻ മനസ്സിലാക്കും. നീ അതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ബാലനെ ഗോവിന്ദൻ ഉപദേശിക്കുമ്പോൾ ബാലൻ പറയണേ, ഗോവിന്ദ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ വാല് കണ്ട് അത് പല്ലിയുടെ കുട്ടിയാണെന്ന് നീ കരുതരുത്. അത് ശരിക്കും പാമ്പിന്റെ കുട്ടിയാണ്, കൊടും വിഷമുള്ള പാമ്പിന്റെ കുട്ടി. അതിനെ വളർത്താൻ വിട്ടാൽ അത് നമുക്ക് തന്നെയാണ് നാളെ ദോഷം ചെയ്യുക. ഗോവിന്ദന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കും. അത് നീ എന്നെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. ഞാൻ അവന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തിരിക്കും എന്നും പറഞ്ഞ് ബാലനും ഗോവിന്ദനും പിന്നെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയം ചാരു അമൃതയെ കാണാൻ വേണ്ടി അമൃതയുടെ വീട്ടിലെത്തുകയാണ്. എന്നിട്ട് അമൃതയെ കണ്ട ഉടനെ തന്നെ ചാരു സന്തോഷം കൊണ്ട് അമൃതയെ അങ്ങ് വട്ടം ചുറ്റിക്കുകയാണ്. എന്തു പറ്റി ചാരു, നിനക്ക് നല്ല സന്തോഷമുണ്ടല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമുണ്ടല്ലോ, എന്തു പറ്റി ചാരു നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ചാരു സന്തോഷത്തോടു കൂടി പറയണേ, എനിക്കിന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ്. ഈ സന്തോഷത്തിന് കാരണം ആരാണെന്നോ? എൻ്റെ അക്കുചേട്ടനാണ്. എൻ്റെ അക്കുചേട്ടൻ്റെ മനസ്സിൽ ഞാനാണ് ഉള്ളത് എന്ന് അക്കുചേട്ടൻ്റെ വായ കൊണ്ട് തന്നെ ഞാൻ കേട്ടു അമൃത. ആ സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഇക്കാര്യം ഇന്നാണ് എനിക്ക് മനസ്സിലായത്. നിനക്ക് ഇന്നല്ലേ മനസ്സിലായത്? എനിക്ക് എന്നോ അറിയായിരുന്നു നിന്റെ അക്കുചേട്ടൻ്റെ മനസ്സിൽ നീ തന്നെയാണെന്നുള്ളത്. പക്ഷേ നീ അതൊന്നും മനസ്സിലാക്കാതെ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കാനല്ലേ നീ ചിന്തിച്ചു കൂട്ടിയത്. അതെ അമൃത, തെറ്റായ തീരുമാനമായിരുന്നു എൻ്റെ. എന്തായാലും ആ തീരുമാനം എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ അക്കുചേട്ടൻ്റെ മനസ്സിൽ ഞാനാണ് ഉള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലായല്ലോ. ചാരു, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഭൂരിഭാഗം ആണുങ്ങളുടെ മനസ്സിലും ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അത് കല്യാണം കഴിഞ്ഞതോടുകൂടി ആ പ്രണയമൊക്കെ അവർ മറന്നു പോകും. ഇപ്പോൾ അത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചാരു സന്തോഷം കൊണ്ട് അമൃതയെ അങ്ങ് കെട്ടിപ്പിടിച്ചോണ്ട് പറയാണ്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി അമൃത എന്ന് പറഞ്ഞ് വീണ്ടും ചാരു ഒരുപാട് സന്തോഷിക്കുകയാണ്. എടി ചാരു, ഞാൻ നിന്റെ ഫ്രണ്ടാണടി, അല്ലാതെ നിന്റെ അക്കുചേട്ടനല്ല. നീ എന്നെ ഒന്ന് വിട്. നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കാതെ നിന്റെ അക്കുചേട്ടനെ പോയി സ്നേഹിച്ചോ. ഒന്ന് പോ അമൃത. ചാരു, നീ ഇത്രമാത്രം അധികം സന്തോഷിക്കുമ്പോൾ നിന്റെ മുഖത്ത് എന്ത് പ്രകാശമാണെന്നോ. നിന്റെ ഭംഗി ഇരട്ടിയായിട്ടേ ഉള്ളൂ. ഇതുപോലെ നീ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടു കൂടി ജീവിക്കണം. അപ്പോൾ ചാരു പറയണേ, എൻ്റെ അക്കുചേട്ടൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാനല്ലേ ഉള്ളത്. അതുകൊണ്ട് എന്നെ സന്തോഷത്തോടു കൂടി അക്കുചേട്ടൻ കൊണ്ടു നടക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അമൃത പറയണേ, അല്ലെങ്കിലേ നീ അക്കുചേട്ടാ അക്കുചേട്ടാ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളായി പറയും. ഇനിയിപ്പോൾ നിനക്ക് വാ തോരാതെ അക്കുചേട്ടനെ കുറിച്ച് തന്നെ ആയിരിക്കും പറയാനുണ്ടാവുക. എന്തായാലും നടക്കട്ടെ നടക്കട്ടെ എന്നൊക്കെ പറയണേ. അപ്പോൾ ചാരു പറയണേ, നീ ആദ്യം വീട് പൂട്ടിയിട്ട് മോളെയും കൊണ്ട് വാ, നമുക്കൊന്ന് പുറത്ത് പോയി കറങ്ങിയിട്ട് വരാം. ആദ്യം അമ്പലത്തിൽ പോവാം, അത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അമൃതയെയും ആ കുട്ടിയെയും കൂട്ടി അവർ പോവുകയാണ് കേട്ടോ. എന്നിട്ട് അമ്പലത്തിൽ പോയി മനസ്സ് തുറന്ന് ചാരു പ്രാർത്ഥിക്കുകയാണ്. ഈശ്വര, എനിക്ക് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ അക്കുചേട്ടൻ്റെ മനസ്സിൽ ഞാനാണ് ഉള്ളത് എന്നുള്ള കാര്യം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ വന്ന് ഒരുപാട് കരഞ്ഞ് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ അക്കുചേട്ടൻ്റെ മനസ്സ് മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയോ തെറ്റായി ഞാൻ തീരുമാനങ്ങൾ എടുക്കുകയും ചിന്തിക്കുകയും ചെയ്തു. എനിക്ക് ഈ സന്തോഷം തന്നതിന് ജീവിതകാലം മുഴുവനും ഞാൻ ഈശ്വരനോട് നന്ദിയുള്ളവളായിരിക്കും എന്ന് ചാരു മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പിന്നെ അവർ നേരെ പോവുകയാണ്. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം തിരിച്ച് വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി പോവാണ്ട്. അങ്ങനെ ചാരു അമൃതയെ വീട്ടിലാക്കിയ ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ രാത്രിയാകുന്ന സമയത്ത് ശ്രേയ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കാണ് കേട്ടോ. എന്നിട്ട് അമ്മയുടെ സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, അല്ല മോളെ, നിന്റെ സൗണ്ടിൽ എന്താ ഇന്ന് നല്ല സന്തോഷമുണ്ടല്ലോ, എന്തു പറ്റി, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ ഇന്നൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി. ആകാശിൻ്റെ ഏട്ടൻ അരവിന്ദ് ഉണ്ടല്ലോ, ആ
അതെ എനിക്കറിയാം. അവനല്ലേ നിന്റെ ഓഫീസിൽ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്? അതെ. അവനെ വീട്ടിലുള്ള ആർക്കും തന്നെയും ഇഷ്ടമില്ല. അവനെയും അവൻ്റെ അമ്മയെയും ആർക്കും ഇഷ്ടമില്ല. അവിടെ വീട്ടിൽ അവൻ വല്ലാത്ത പ്രശ്നങ്ങൾ ചെയ്യുന്നവനാണ്. അവനെ വീട്ടിലുള്ള ആർക്ക് തന്നെയും ഇഷ്ടമില്ല. അവനെ ആകെ സപ്പോർട്ട് ചെയ്യുന്നത് അവൻ്റെ അമ്മ മാത്രമാണ്. അവനെ വെച്ച് തന്നെ നമുക്ക് ആകാശിനെയും ചാരുവിനെയും അവർ സന്തോഷത്തോടു കൂടി ജീവിക്കാതിരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നീ എന്താ മോളെ ഉദ്ദേശിച്ചത്? അവനെ അരവിന്ദിനെ പുറത്തിറക്കിയത് എല്ലാം തന്നെ ഞാൻ തന്നെയാണ്. അവനെ കേസിൽ നിന്ന് പിൻവലിപ്പിച്ചതും എല്ലാം ഞാൻ തന്നെയാണ്. അതെന്തിനാണെന്നോ? അവൻ നേരെ അവൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഞാൻ പുറത്തു നിന്ന് ആകാശിൻ്റെയും ചാരുവിൻ്റെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ സ്വസ്ഥതയോടുകൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാതിരിക്കാനുള്ള വഴിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ വീടിനുള്ളിൽ വെച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ ഈ അരവിന്ദ് ആ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ആകാശിനും അരവിന്ദിനും സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവൻ്റെ പേരിൽ കേസില്ല എന്ന് പറഞ്ഞ് അവനെ വെറുതെ വിടാൻ വേണ്ടി പോലീസിനോട് പറഞ്ഞത്. കേട്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ അമ്മ പറയണേ, ഇപ്പോഴാണ് മോളെ ശ്രേയ നീ കറക്റ്റ് പോയിന്റിലെത്തിയത്. ഇനി നീ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടന്നോളും. ആ ചാരുവും ആകാശും ഒരിക്കലും സന്തോഷത്തോടു കൂടി ജീവിക്കരുത്. അവൻ നിന്നോട് ചെയ്ത ദ്രോഹത്തിന് അവനും അവൻ്റെ ഭാര്യയും അവൻ്റെ കുടുംബവും എല്ലാം തന്നെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കണം. അതിനുവേണ്ടി അരവിന്ദിനെയും അവൻ്റെ അമ്മയെയും നീ കയ്യിലെടുക്കണം. അതിനുവേണ്ടി നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഒരു പെണ്ണിൻ്റെ മനസ്സ് വേദനിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ആകാശിനെ നീ മനസ്സിലാക്കി കൊടുക്കണം. അതെ അമ്മേ, ഞാൻ അവനെ ഇല്ലാതാക്കും. അവൻ്റെ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രേയ ഫോൺ വെക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ചാരു കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലണ്. അപ്പോൾ ആകാശ് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ചാരു ഇങ്ങനെ വിളിച്ചുണർത്തുകയാണ്. അക്കുച്ചേട്ടാ എന്ന് പറഞ്ഞ്, എന്താ കാക്കോത്തി, ഞാൻ കുറച്ചു നേരം കൂടി ഒന്ന് ഉറങ്ങട്ടെ? അക്കുച്ചേട്ടൻ കുറേ നേരം ഉറങ്ങിക്കോ, പക്ഷെ ഇന്ന് ഉറങ്ങണ്ട, ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമല്ലേ. എന്ത് പ്രധാനപ്പെട്ട ദിവസം എന്ന് പറഞ്ഞപ്പോൾ, ഇന്നല്ലേ വിത്ത് വിതയ്ക്കേണ്ട ദിവസം, ഇന്നല്ലേ നമുക്ക് പൂജയൊക്കെ ചെയ്യേണ്ട ദിവസം, എല്ലാവരെയും വിളിക്കേണ്ടേ വീട്ടിലേക്ക്, വീടൊക്കെ അലങ്കരിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ കാക്കോത്തി ഞാനത് മറന്നിരുന്നു, എന്നോട് അച്ഛൻ ഇന്നലെ പ്രത്യേകം പറഞ്ഞതാണ്, എന്നാൽ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ആകാശ് കുളിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ കുളി കഴിഞ്ഞ് വന്ന് ആകാശം ചാരുവും കൂടി പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരികയാണ് വീട്ടിലേക്ക്. അപ്പോൾ ഇത് കാണുന്ന അരവിന്ദനും ഹേമയ്ക്കും ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ഇവളെന്താണാവോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായി അരവിന്ദ്, അവളിപ്പോൾ ഇവിടുത്തെ ഈ വീട്ടിലെ സ്ഥാനം അവൾ കയ്യേറാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പക്ഷേ ഞാനതൊരിക്കലും വിട്ടുകൊടുക്കില്ല. അവരുടെ ഉദ്ദേശം ഒരിക്കലും നടക്കാനും പോകുന്നില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഹേമയും അരവിന്ദും ഓരോന്ന് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിലെ തൊട്ടടുത്തുള്ള എല്ലാവരെയും ഈ പൂജയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി പാടത്ത് വിത്ത് വിതറാൻ ചാരുവിനോടാണ് ബാലൻ പറയുക. അപ്പോൾ അരവിന്ദനും ഹേമയും അതിന് തടസ്സം നിൽക്കുകയാണ്. എന്നിട്ട് അരവിന്ദൻ പറയുന്നുണ്ട്, ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ ഞാനാണ്, ഞാൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കൂ എന്നൊക്കെ പറഞ്ഞ് അരവിന്ദൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ബാലൻ്റെ ക്ഷമ നശിച്ച് ബാലൻ അരവിന്ദിനെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ചാരുവിനെ കൊണ്ട് തന്നെ പാടത്ത് ചാരുവും ആകാശും കൂടി ചേർന്നാണ് വിത്ത് വിതറുന്നത്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.